ഹായ് ഗായ്സ്, നമ്മളിപ്പം കടയിലോട്ട് പോകണം. കളത്തട്ടിൽ ഇവിടെ ഭയങ്കര ബ്ലോക്ക്. ഒരു സെക്കൻഡ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ അവന്മാരെല്ലാമായിട്ട് വെറുതെ ഇങ്ങനെ, ഞാൻ കുറേ ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ കടയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ അവന്മാരെല്ലാമായിട്ട് ചുമ്മാ ഇച്ചിരി നേരം അവിടെ കളത്തട്ടിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുക. പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ല. അപ്പം നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം. അതിന് മുമ്പ് അങ്ങോട്ട് ചെന്നിട്ടെ അവന്മാരെല്ലാം കണ്ടിട്ടെ എല്ലാവരും ഒന്നിച്ച് പരിചയപ്പെടാം. അതാകുമ്പോൾ എനിക്കൊരു ചമ്മൽ വരും. അടിയിടിച്ച് വയസ്സ് സൗണ്ട് കേട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഗായ്സ്, എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പരിപാടി പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ച്, മറ്റേ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ടല്ലോ, ഒരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചൊക്കെ തുടങ്ങി വെച്ച്. അത് തന്നെ. അപ്പം നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലെല്ലാം ഞെക്കുക. അവൻ അങ്ങോട്ട് പോട്ടെ. ഇപ്പോൾ എത്താറായി. ഇനിയൊരു 200 മീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ അവന്മാർ വന്നിട്ട് ബാക്കി ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാ അവന്മാർ വരുന്നുണ്ട്. അതാ വെള്ള സ്വിഫ്റ്റ് ഇതാ വരുന്ന. അപ്പോൾ ഗായ്സ്, നമ്മൾ കോട്ടയത്ത് പോവാണ്. കഞ്ഞിപ്പാടം വഴിയാണ് പോകുന്നത്. നാസിഫുണ്ട്, റോഷനുണ്ട്, ആദിലുണ്ട്. അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. പ്രകൃതി ഭംഗി നിങ്ങൾ കാണുന്നില്ലേ? അതാണ് കഞ്ഞിപ്പാടത്തിൻ്റെ ഒരു ഇത്. അപ്പം നമ്മൾ 3 മണിയായി. ചമ്പക്കുളമായല്ലേ? ഓക്കെ, ചമ്പക്കുളമായെന്നാണ് നാസിഫ് പറയുന്നത്. പക്ഷെ ചമ്പക്കുളമായിട്ടില്ല. ചമ്പക്കുളമായ കറക്റ്റ് സ്ഥലം ഏതാ? കറക്റ്റ് സ്ഥലം ഏതാ? ഇത് പറയല്ലേ, ഇത് ബ്ലോഗിൽ ഇടാനുള്ളതല്ലേ? കരുമാടി സലീമിന്റെ ആദിൽ സലീമാണെന്ന് പറഞ്ഞത്. ഇതിടുക ഉറപ്പാണേ. അപ്പം എന്തിനാണ് പോകുന്നതെന്ന് വെച്ചാൽ, അതിൽ നമ്മൾ എന്തിനാണ് പോകുന്നത്? എന്തിനാ സത്യം കാര്യമായിട്ട് ബ്ലോഗ് ഇടാൻ പോകുമ്പോ സംഭവം എന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ചെറിയൊരു സാധനം വന്നൊരു ഫംഗസിന്റെ ഒരു സാധനമാണിത്. ഇത് അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി എന്ന് പറയുന്ന ആളെ അപ്പൊ നമ്മൾ അതിങ്ങനെ ലേസർ ചെയ്ത് കളയാനാണ്. ലേസർ ചെയ്താണ് പ്രൊഫഷണൽ ആയിട്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല റവന്യൂ ആദ്യതയുടെ ശരിന്ന് മാറി. അപ്പൊ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടത്തിന്റെ അരികത്തൂടെ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും. നിങ്ങൾ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ബെല്ലൈക്കൻ കൂടെ അമർത്തുക. നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. നമ്മൾ വലിയ ലക്ഷറി മൾട്ടി ക്രിസ്റ്റീനിൽ നിന്നാണ് കഴിക്കുന്നത്. വീട്ടിലൂടെ അപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നത് നമ്മുടെ ചാനലിനെ പറ്റി? മൈക്കില്ല. നല്ല അഭിപ്രായം. എത്ര മണിയാകുമ്പോൾ നമ്മൾ കോട്ടയത്ത് എത്തും? ഇങ്ങനെ പോയാൽ 1:45. മുട്ടിട്ടാണ്ട് വീല് ട്രാക്ഷൻ തെറ്റി പോയതെന്നുള്ളത് നമ്മൾ നേരത്തെ എത്തുന്നത്. എന്താണ് ഒരു ഏകദേശം സമയം? ഏകദേശം ഒരു 2:30-ക്കുള്ളിൽ നമ്മളവിടെ. എന്താണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? നല്ല അഭിപ്രായം. ബാക്കി പിന്നെ കാണാം. 200 രൂപ അക്കൗണ്ടിൽ. ബാക്കി പിന്നെ കാണാൻ ചെയ്യുന്നില്ല. പിന്നെ അല്ല പോകുന്ന വഴി എന്താണ് ബാക്കി മൾട്ടി യൂസ് പിന്നെ തപ്പിങ്ങനെ ബ്ലുപ്പെന്ന് പറയണം. അതിൽ നിർത്തണം. അതിലെ ബ്ലുപ്പെന്ന് പറ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ചമ്പക്കുളം മറ്റേ ഇപ്പോഴാണ് നമ്മള് ചമ്പക്കുളം. ചമ്പക്കുളം മറ്റേ പള്ളി കാണിച്ചിട്ട് പള്ളി ഇത് അങ്ങോട്ട് പോകുമ്പോ വണ്ടി വന്നിട്ടുണ്ട്. മിക്കവാറും കുഴി പോകാൻ സാധ്യത ഉണ്ട്. റോഷൻ കറക്റ്റായിട്ട് പിഴച്ചോടിക്കലായിരുന്നു. പക്ഷെ എന്നാലും രക്ഷപ്പെട്ടു. ചാനൽ നമ്മൾ ഇടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കല്ലേ? എന്റെ ചാനലിൽ മറ്റേ ആൾക്കാർ
ഒരു AMG ഞങ്ങളുടെ അടുത്ത് മാത്രം കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾ ഏവരും കാത്തിരുന്ന സ്ഥലമാണ്. ടൊവിനോടെ പടം അതെ അത് ആ സിനിമയുടെ ഇതാണ് സ്ഥലമാണ് ഇത്. അതിന്റെ ലൊക്കേഷൻ പേര് അറിയത്തില്ല, സിനിമ ഒന്നും വലുതായിട്ട് കാണാറില്ല. അപ്പോ നമ്മള് സൈഡിൽ കണ്ടോ ഇതേ പുഴ, പള്ളി, കണ്ടോ എല്ലാം പുഴയാണ്. അപ്പൊ നമ്മള് പോകുന്ന ബാക്കി നമ്മൾ സ്റ്റേറ്റ് ഹായ് ഗൈസ്, ഹായ് ഫ്രണ്ട്സ്, ഹായ് പറയണ്ട, നമ്മൾ ഒരു ഹായ് പറഞ്ഞേ. അപ്പം നമ്മൾ മലക്കമ്പാറ എത്തിയിട്ടുണ്ട്. മലക്കമ്പാറ ട്രക്കിംഗ് സ്പോട്ട്. മലക്കമ്പാറ ഇവിടെ നിന്ന് 1 കിലോമീറ്ററും കൂടെ ഉള്ളൂ. 1 കിലോമീറ്റർ നടന്നു കയറണം കുന്ന് മല. അപ്പം നമ്മൾ ഇതാക്കാണെന്ന കടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. അപ്പം നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. ഭയങ്കര ഒരു നല്ല സ്ഥലമാണ്. നല്ല ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതിനകത്തോട്ട് മാൻ, കരടി, പുലി, സിംഹമാന ഇതൊന്നും ഇടില്ല. ഇവിടെ പൂച്ച, പട്ടി, അണ്ണാനെലി അങ്ങനത്തെയൊക്കെ ഉള്ളു. നല്ല രസമുണ്ട് കാണാൻ. തോടൊക്കെ ഉണ്ട്, നല്ല അരുവിയാണ്, വെള്ളച്ചാട്ടം ഉണ്ട് അങ്ങ് ദൂരെ, അങ്ങ് വേറെ സ്ഥലത്തുണ്ട്. അപ്പൊ അവിടുന്ന് വെള്ളം വരുന്നത്. ഇവിടെ തന്നെ ഷെൽട്ടർ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ ആൾക്കാർക്ക് വന്ന് വിശ്രമിക്കാൻ. സോറി ഇവിടെ ആൾക്കാർക്ക് അപ്പുറത്തെ വേസ്റ്റ് വെക്കാൻ. പിന്നെ അത് വേസ്റ്റ് വെക്കുന്നത് അവിടെ വേസ്റ്റ് വെക്കുന്നത്. പിന്നെ ചീരകൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ചീരകൃഷി, പിന്നെ വലിയ ആൾക്കാർക്ക് നടന്നു പോകുമ്പോൾ റീഫ്രഷിങ് ആയിട്ട് തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ മതിലിന് അപ്പുറത്ത് തന്നെ വലിയ വനം അവിടെ ഏരിയ ആണ്. ബോണക്കാട് നാഷണൽ ഗവൺമെന്റ് പാർക്ക്. നമ്മള് ഫേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നില്ല, നമുക്ക് അറിയില്ല. ബോണക്കാടെന്നാന്ന് തോന്നുന്നു പേര്. ഇവിടുന്ന് നേരെ ജനമായ ഒറ്റക്ക് പോകാൻ ഭയങ്കര പാടാണ്. കടുവയില്ല. നമ്മളുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ സാധാ ചെരുപ്പിട്ടേക്കും, നമുക്ക് എൻട്രി ഇല്ല അങ്ങോട്ട്. സാധാ ചെരുപ്പിട്ടേക്ക് അങ്ങോട്ട് എൻട്രി ഇല്ല, പോകാൻ പറ്റത്തില്ല. 2 തരം ബ്രിക്കസ്റ്റോക്കാണ്. അപ്പോൾ നമ്മള് ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. അത് എത്ര മണിയാകുമ്പോൾ തീരും നിന്റെ പരിപാടി? ഡോക്ടർ വന്നില്ലേ? റിയാക്ഷൻ വീഡിയോ ഇന്നിപ്പോ നമ്മളിത് വ്ലോഗ് വൈൻഡപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. നാഗമ്പടത്തുനിന്ന്